പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ ഞാൻ ലേഖനത്തിൽ കണ്ടു, ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് വിൻസെൻറ്റിനോട് ഒരാൾ ചോദിച്ചു, 10 മിനിറ്റ് സംസാരിക്കാൻ താങ്കൾ എത്ര സമയമെടുക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു 2 ആഴ്ച. 1 മണിക്കൂർ സംസാരിക്കുന്നതിനോ? അതിന് 1 ആഴ്ച എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു 3 മണിക്കൂർ സംസാരിക്കുന്നതിനോ? ഇപ്പം തന്നെ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു 3 മണിക്കൂർ സംസാരിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ആശയം പറയാൻ ആർക്കും കഴിയില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിച്ചൊക്കെ പറയാനും തയ്യാറെടുക്കുക തന്നെ വേണം. കാരണം വാക്കുകൾ നല്ലതായാലേ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. മോശമായ വാക്കുകളാണെങ്കിൽ ബന്ധങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. നന്നായി സംസാരിച്ചാൽ ആദരവുണ്ടാവും. എല്ലാവരും ആദരിക്കും. നല്ല വാക്കാണല്ലോ, എന്തൊരു നല്ല സംസാരം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്ക് സന്ദർഭത്തിനനുസരിച്ചായിരിക്കണം. മറ്റുള്ളവർക്ക് അലോസരപ്പെടുത്താത്ത വാക്കുകളായിരിക്കണം. സമയം നീട്ടി അവരെ ഇത് കഴിഞ്ഞു കിട്ടുന്നില്ലല്ലോ എന്ന രൂപത്തിലാകരുത്. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നവരും ഉണ്ടാകാം. കൂടുതൽ പറയുന്നതിലും കാര്യപ്രസക്തമായ ഭാഗങ്ങൾ കുറച്ച് പറയുന്നതാണ് ഏറ്റവും അറിവിൻ്റെ അടയാളം. അതാണ് ഏറ്റവും അഭികാമ്യമായതും അത് തന്നെയാണ്. ഈ വാക്കുകൾ ഉപയോഗിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാം ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ നാവ്. ആ നാവിനെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഈ അല്ലെങ്കിൽ അന്ത്യദിനത്തും അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കണമെന്നാണ് ഈ ഇസ്ലാമിക നിർദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിൽ പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യുക, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കിത്തരും, പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. സംസാരിക്കുമ്പോൾ പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരാളോട് സംസാരിക്കുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ മാന്യമായി സംസാരിക്കണം. പിന്നെ മാനസികമായി മറ്റുള്ളവരെ തളർത്താതെ സൗമ്യമായി സംസാരിക്കണം. ഇതേ രീതിയിലാണ് നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പലരും വെറുതെ നീട്ടി വലിച്ച് എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു സംഭവം പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞു കിട്ടിയെങ്കിൽ കേൾക്കുന്നവർക്ക് ഇതൊന്ന് മതിയാക്കി കിട്ടിയെങ്കിൽ എന്ന രൂപത്തിൽ തോന്നത്തക്ക രൂപത്തിലായിരിക്കരുത് നമ്മുടെ സംസാരം. അപ്പോൾ അവർക്ക് ആകർഷണീയമായി, അവർക്ക് കാര്യപ്രസക്തമായി, അവർക്ക് മാന്യമായി, നല്ല തഖ്വയോടു കൂടിയുള്ള സംസാരം, വളരെ വിനയത്തോടു കൂടിയുള്ള സംസാരം, അതും മിതമായിട്ടുള്ള സംസാരം, അതായിരിക്കണം നമ്മൾ എന്ന് ഉപദേശിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.